കോഴിക്കോട് എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡിപ്പോയിൽ ഡീസൽ ചോർന്ന സംഭവത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടക്കും. സംഭവത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രൻ കലക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്ലാന്റ് അധികൃതരോട് ആരോഗ്യവകുപ്പിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവമാണ്, ബാരൽ കണക്കിന് ഡീസലാണ് അവിടെ നാട്ടുകാർക്ക് ശേഖരിച്ചത്. അപ്പോൾ ഈ ചോർച്ചയ്ക്കുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നൊക്കെയുള്ള ഒരു വിശദീകരണം അത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതിലൊരു അന്വേഷണം നടക്കണം, ഒരു പരിശോധന വേണം, ഇതൊക്കെ വേണം. അപ്പോൾ ആദ്യം എന്താണ് ഇതിൽ സംഭവിച്ചത്? അപ്പോൾ തന്നെ ഇന്നത്തെ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മിഥില? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു സ്ഥലത്താണ്. ഇന്നലെ വൈകിട്ട് 3:30-4 മണിയോടെയാണ് ഇത്തരത്തിൽ ഇന്ധനം ചോർന്നതായി നാട്ടുകാർ സംശയം പറഞ്ഞത്. തുടർന്ന് അധികൃതർ എത്തി ഇത് പരിശോധിച്ചു. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. 700 ലിറ്റർ ഇന്ധനം പുറത്തേക്ക് പോയി എന്നാണ് ഒരു പ്രാഥമികമായ കണക്ക്. പക്ഷേ ഇത് കൃത്യമല്ല. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഇന്ധനം നിറച്ച, അതായത് പുറത്തേക്ക് ഒഴുകിയ ഇന്ധനം ഊറ്റിയെടുത്തിയ ഓടയിലൂടെയെല്ലാം പുറത്തേക്ക് വന്ന ഇന്ധനം ഇപ്പോൾ വലിയ ബാരലുകളിലാക്കി അത് ഈ IOCയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്ന ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്നലെ തന്നെ ഇത്തരം നിരവധി ബാരലുകളിൽ നാട്ടുകാരും ഫയർഫോഴ്സും ഈ കമ്പനി അധികൃതരെല്ലാം ചേർന്ന് ഈ ഇന്ധനം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇന്ധനമാണ് ഇപ്പോൾ വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇതിൻ്റെ കമ്പനിയിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഓവർഫ്ലോ എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് കമ്പനി അധികൃതർ ഉള്ളത്. എന്നാൽ അത് എങ്ങനെ വന്നു, ഇത്തരം ഒരു ഓവർഫ്ലോ ഉണ്ടാവുന്നത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലേ? ആ ഒരു സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച വന്നിട്ടുണ്ടോ? അത്തരം പരിശോധനയാണ് ഇന്നുണ്ടാവുക. മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കലക്ടറോട് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്ത നിവാരണം, ഒപ്പം തന്നെ ആരോഗ്യം, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഇവരുടെ നേതൃത്വത്തിൽ, ഈ 3 വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായ ഒരു പരിശോധന തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഭീതിജനകമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ 3:30 മുതൽ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നത്. കാരണം ഇവിടുത്തെ ഒരു ഏറെ ജനവാസ മേഖലയാണ് ഈ ഒരു പ്രദേശം എന്നത് ഏറെ കാലമായി നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഇന്ധന ചോർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം പരാതികളുമായി അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം കൃത്യമായ ഒരു പരിഹാരം ഇതിലുണ്ടായിട്ടില്ല. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. ഇത്രയധികം ഇന്ധനം ചോർന്ന ഒരു സംഭവം ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇവരുടെ സമീപത്തുള്ള വീടുകളിലെ കിണറുകളിലും തൊട്ടടുത്ത് കടലാണ്, അങ്ങോട്ടെല്ലാം തന്നെ ഈ ഇന്ധനം പറന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇതുതന്നെയാണ് ഇവിടെ നിന്നും നൽകാനുള്ള ഏറ്റവും പുതിയ കാഴ്ച എന്നത്. വലിയ ബാരലുകളിൽ ഈ ഇന്ധനം ഊറ്റിയെടുത്ത്, അതായത് പുറത്തേക്ക് ഒഴുകിയ ചോർന്ന ഇന്ധനം ഇത്തരത്തിൽ വലിയ ബാരലുകളായി നിറയ്ക്കുന്നു, എന്നിട്ട് അത് ഇവിടെ നിന്നും മാറ്റുന്നു. ഇന്നലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ എന്തായാലും ആ സംയുക്ത പരിശോധന നടക്കട്ടെ. ഈ പറയുന്നത് പോലെ അവരുടെ കിണറുകളും അവിടെയുള്ള കടലും ഒന്നും ഇതുപോലെ മലിനമാകാതിരിക്കട്ടെ. അതിന് വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം.